ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ചിങ്ങമാസം 30-ാം തീയതി, അതായത് 2016 സെപ്റ്റംബർ മാസം 15-ാം തീയതി. ഇന്ന് വ്യാഴാഴ്ചയാണ്. നക്ഷത്രം 7 നാഴിക അവിട്ടവും ബാക്കി ചതയവുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യ ശർമാജി, മാവേലിക്കരയിൽ നിന്ന് രാജീവ് എഴുതുന്നു. വളരെ പരിശ്രമത്തിന് ശേഷമാണ് വിദേശ ജോലി ലഭിച്ചത്. പക്ഷേ 2 കമ്പനികൾ മാറിയിട്ടും ഗുണം പിടിക്കുന്നില്ല. സമയം വെറുതെ വേസ്റ്റ് ആകുന്നു. നല്ല ജോലി ലഭ്യമാകുമോ? പ്രതിവിധി എന്താണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. വിശാഖം ഒടുവിലത്തെ 15 നാഴിക, അനിഴം നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം ചേരുന്ന 2.25 നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ 4 വർഷമായി ഏഴരാണ്ട ശനിയുടെ ആരംഭവും മധ്യകാണ്ഡവും അതുപോലെ തന്നെ ഏഴര ശനിയുടെ കാഠിന്യം കുറയുവാൻ, അതായത് 2017 ജനുവരി മാസം 26 മുതൽ കണ്ടകശനിയുടെ കാഠിന്യം കുറയുന്നതുമാണ്. ചുരുക്കത്തിൽ ഏഴരശനി എന്ന് പറഞ്ഞത് ജനിച്ച രാശിയുടെ 12-ാം രാശിയിലും ജനിച്ച രാശിയുടെ 2-ാം രാശിയിലും ശനി എന്ന ഗ്രഹം ചാരവശാൽ 2.5 വർഷം വീതം സഞ്ചരിക്കുന്ന ഏഴര വർഷമാണ് ഏഴരാണ്ടൻ ശനി എന്ന് പറയുന്നത്. ഇദ്ദേഹം കുറച്ചു കാലമായി തൊഴിൽപരമായും മറ്റും പരിശ്രമിച്ചിട്ട് ഒത്തിരി സമയങ്ങളും ധനങ്ങളും പരിശ്രമ ഫലങ്ങളും വേസ്റ്റായി എന്നാണ് പറയുന്നത്. ഈ രാശിക്കാർക്ക് പൊതുവെ 3-4 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കർമ്മരംഗങ്ങളിൽ തടസ്സവും സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ അധികാരികളുടെ അംഗീകാരമില്ലായ്മയും അസ്ഥിര ജോലിയും, ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആ ജോലി സംബന്ധമായിട്ട് ശമ്പളക്കുറവുകളോ അല്ലെ അധ്വാനഭാരം കൂടുതലോ അല്ലെ അധികാരികളുമായിട്ട് അല്ലെ സഹപ്രവർത്തകരുമായിട്ട് രമ്യതയിൽ പോകാൻ ബുദ്ധിമുട്ടോ വരുമ്പോൾ അക്കരപ്പച്ച പോലെ മറ്റേതെങ്കിലും ജോലിക്ക് മാറുകയോ അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നും മറ്റേതെങ്കിലും ജോലി പ്രതീക്ഷിച്ചോ ഇവിടുത്തെ ജോലി തീരാറായി എന്ന് പറയപ്പെടുകയോ മറ്റൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുക. അവിടെ നിന്ന് വീണ്ടും മുൻ പറഞ്ഞ പോലെ അക്കരപ്പച്ച പോലെ വീണ്ടും മാറിപ്പോകാവുന്നതാണ്. ഇനി ഗവൺമെൻറ് സംബന്ധമായ ജോലിയാണെങ്കിൽ തന്നെയും ഒരു 3 വർഷം പോലും തയ്ക്കാതെ തന്നെ ചിലപ്പോൾ സ്ഥാനമാറ്റം എന്നിവ വന്നുകൊണ്ടേയിരിക്കും. അസ്ഥിര ജോലി, അസമാധാനം, അതുപോലെ തന്നെ അസന്ദിഗ്ധാവസ്ഥ, അതുപോലെ സാമ്പത്തികപരമായ ക്ലേശം, സാമ്പത്തികപരമായ അധിക ചെലവ്, വരവിക്കുള്ള ചെലവുകൾ എന്നിവ വരുന്ന സമയമാണ് ഏഴരാണ്ടൻ ശനി. പ്രവർത്തിക്കും ജോലി, കരുതൽ ധനം, ആരോഗ്യം എന്നിവ സംബന്ധിച്ച് വളരെ ക്ലേശിക്കേണ്ടതായി വരും. ഒടിവ്, ചതവ്, മുറിവ്, പൊള്ളൽ, ശസ്ത്രക്രിയ ഇവയിലേതെങ്കിലും ഒന്ന് അനുഭവപ്പെടുകയോ അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായി വിട്ടുനിൽക്കുകയോ നഷ്ടപ്പെടുകയോ സസ്പെൻഡ്, ഡിസ്മിസ് മുതലായിട്ടുള്ള വിഷയങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത വളരെയധികം ഉണ്ട്. താമസിക്കും ഭവനം വെക്കേറ്റ് ചെയ്യുകയും ഭരിക്കും ജോലി വെക്കേറ്റ് ചെയ്യുകയും എടുക്കും തീരുമാനങ്ങൾ വെക്കേറ്റ് ചെയ്യുകയും ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ വെക്കേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ മാറി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഏഴരാണ്ടൻ ശനി. അത് ജാതക നിലയിൽ ശനി ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ ചാരവശാൽ സഞ്ചരിക്കുന്നത് 100-80% ഫലപ്രദമായി വരും. ജാതക നിലയിൽ മകരം, കുംഭം, തുലാം എന്നീ രാശികളിൽ ശനി വർഗോത്തമം ചെയ്ത് ശശമഹായോഗമായിട്ട് പ്രത്യേകിച്ച് നിൽക്കുന്നവർക്ക് ഈ പറയുന്ന ചാരവശാലുള്ള ദോഷഫലങ്ങൾ 100% കുറയുന്നതാണ്. അതുകൊണ്ട് ഈ നക്ഷത്രത്തിലോ ഈ രാശിയിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഫലങ്ങൾ ഒരുപോലെ തന്നെ വരണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഭാഗികമായി ഈ ഫലങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നതാണ്. ശനി എന്ന് പറയുന്ന ഗ്രഹത്തിനെ സന്തോഷിപ്പിക്കുവാനും ശനിയുടെ കാഠിന്യം കുറയ്ക്കുവാനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശനി പത്മമിട്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം പേരും നക്ഷത്രവും ചേർത്ത് ശനീശ്വര മന്ത്രങ്ങളെ കൊണ്ടുള്ള പുഷ്പാർച്ചനകളോ അല്ലെങ്കിൽ പഞ്ചബ്രഹ്മം കൊണ്ടുള്ള പൂജാകർമാനുഷ്ഠാനങ്ങളോ പേരും നക്ഷത്രവും ചേർത്ത് ചെയ്താൽ ശനിയുടെ കാഠിന്യങ്ങൾ മാറുകയും നിലവിൽ വൃശ്ചിക രാശിക്കാരായ വിശാഖം ഒടുവിൽ 15 നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2016 ആഗസ്റ്റ് 11 കഴിഞ്ഞപ്പോൾ സർവേശ്വരകാരകനായ വ്യാജഗ്രഹം അനുകൂല സ്ഥിതിയിലും ഈശ്വരാധീന സ്ഥിതിയിലും വന്നിരിക്കുന്നതിനാൽ ഏതെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് സ്ഥിരതയായിട്ട് കിട്ടുവാനും ന്യായമായ സേവന വേതന സൗഭാഗ്യത്തോടു കൂടി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതാണ്. 2016 ആഗസ്റ്റ് 11 കഴിഞ്ഞപ്പോൾ കുറച്ച് സമയങ്ങൾ അനുകൂലമായതുകൊണ്ടാണ്
നിലവിൽ ഈ കത്ത് വായിക്കാനും ഇതിന് മറുപടി പറയുവാനും ഒരു പക്ഷേ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഇതിൻ്റെ മറുപടി കേട്ട് ഇതിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്ത് വീണ്ടും ഉദ്യോഗം സ്വീകരിക്കുവാനും അതുകൊണ്ട് രക്ഷപ്പെടുവാനും സാധിക്കുന്നതാണ്. എങ്കിലും ശനീശ്വര ദോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജനറലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം സ്വസ്തിക പത്മപ്പെട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നിത്യാദി ശനീശ്വര മൂർത്തികളെ സുദർശന പത്മത്തിലോ ശനീശ്വര പത്മത്തിലോ സ്വസ്തിക പത്മത്തിലോ ആവാഹിച്ച് ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മാ ശിവോ മേ അസ്തു സദാശിവോം തൽപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്ര പ്രചോദയാൽ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരനരേഭ്യശ്ച സർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സർവഭൂതദമനായ നമോ മനോന്മനായ നമ. ഇപ്രകാരമുള്ള പഞ്ചബ്രഹ്മങ്ങളെ കൊണ്ട് ശനിപത്മത്തിൽ ശനിദേവനെ ആവാഹിച്ച് ജലഗന്ധ പുഷ്പ ധൂപദീപ ജലാന്തം ശനിദേവനെ പൂജിച്ച് പഞ്ചബ്രഹ്മ മന്ത്രങ്ങളെ കൊണ്ട് പുഷ്പാർച്ചനകളോ അല്ലെ പൂജാതി കർമ്മങ്ങളോ ചെയ്തു വന്നാൽ ഈ വ്യാഴം 2016 ആഗസ്റ്റ് മാസം 11 കൂടി ഉദ്ദിഷ്ടകാര്യസിദ്ധിയിലേക്കും സർവൈശ്വര്യ സ്ഥാനത്തേക്കും മാറിയിരിക്കുന്നതിനാൽ ഈ പരിഹാരകർമ്മം വിജയപ്രദമാകും. സുസ്ഥിരവും അതുപോലെ തന്നെ ഐശ്വര്യപ്രദവുമായ ഒരു ജോലി കണിശമായിട്ടും കിട്ടുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരം സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം